ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനും അതിനെ നിശ്ചലമാക്കുന്നതിനും നാം ചില മനോസംയമനം ആചരിക്കേണ്ടത് അത്യാവശ്യമാണ്. ശരീരത്തിനും മനസ്സിനും ഒരേപോലെ അടക്കവും ഒതുക്കവും അനിവാര്യമാണ്. അതുകൊണ്ട് ഒരു കവി പറയുകയാണ്, നാം എന്തെല്ലാം ശീലിക്കണം എന്ന്. ക്ഷമാതിഗുണസമ്പന്നനെല്ലാം ഈശ്വരരൂപമായി കാൺകയാൽ വാദവും മറ്റും വെടിഞ്ഞാനന്ദമഗ്ധനാം. ആനന്ദത്തിൽ മുഴുകിത്തന്നെ നമുക്കെപ്പോഴും കഴിയണമെങ്കിൽ നാം എന്തെല്ലാം ശീലിച്ചിരിക്കണം എന്നാണ് കവി നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ഷമാതിഗുണസമ്പന്നൻ, ശമം ദമം മുതലായ ഗുണങ്ങൾ. എന്താണ് ശമം? ശമം എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ശാന്തത, മനസ്സിൻ്റെ അടക്കം. മനസ്സ് പല വിഷയങ്ങളെയും കാക്ഷിച്ചുകൊണ്ടുള്ള ഓട്ടം നിലയ്ക്കൽ, അവയിൽ സുഖമോ സംതൃപ്തിയോ ഇല്ല എന്ന് ബോധിച്ച് മനസ്സ് അടങ്ങിയിരിക്കുന്നത്, അത് അടക്കുന്നതല്ല, അടങ്ങിയിരിക്കുന്നതാണ് ശമം. മനസ്സിൻ്റെ അടക്കത്തിനാണ് ശമം. ദമം എന്നാൽ ആ മനസ്സ് എവിടേക്ക് പോകണമെന്ന് തോന്നുന്നുവോ അവിടേക്ക് ശരീരത്തെയും വലിച്ചു കൊണ്ടുപോകുന്നു. അതിനാൽ ശരീരത്തിനുള്ള അടക്കം. എനിക്കിതൊന്നും കാണണ്ട എന്ന് വരുമ്പോൾ അതിനനുസരിച്ച് കണ്ണും പൊളകളെ അടച്ചിരിക്കണം. കാണണ്ട എന്ന് മറ്റൊരാളുടെ പ്രേരണയ്ക്ക് വിധേയമായിക്കൊണ്ട് ഒളികണ്ണിട്ട് നോക്കുന്നത് ദമമാവില്ല. അപ്പം ശരീരവും മനസ്സും ഒരേപോലെ ഏകോപിപ്പിച്ചുകൊണ്ട് അടങ്ങുന്നതാണ് ശമ ദമാദി സമ്പന്നൻ. ശമം, ദമം, ഉപരതി, ശ്രദ്ധ, തിദിക്ഷ, സമാധാനം, ഇതൊക്കെ നമുക്ക് ആവശ്യമായ ഗുണങ്ങളാണ്. അതിൽ ആദ്യത്തേതാണ് ശമവും ദമവും. ഉപരതി, ഈ ശമവും ദമവും നമുക്ക് വന്നാൽ നമ്മുടെ ശരീരവും മനസ്സും ഒരേപോലെ നിയന്ത്രണ വിധേയമായിക്കഴിഞ്ഞാൽ ഉപരതി, ഏറ്റവും അടുത്തിരിക്കുന്ന ആ പരമാത്മാവിൽ നമുക്ക് രതി വരും. അതാണ് ഉപരതി എന്ന് പറയുന്നത്. ശമം, ദമം, ഉപരതി. ഉപരതി വരുമ്പോൾ ആ പരമാത്മാവിലെ ഉള്ള നമുക്ക് വിശ്വാസവും അതിലുള്ള ആ ശ്രദ്ധയും നമുക്ക് കൂടി വരുന്നു. അതാണ് ശ്രദ്ധ. അപ്പോൾ ശമം, ദമം, ഉപരതി, ശ്രദ്ധ, തിദിക്ഷ. ശ്രദ്ധ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് പ്രതികൂലമായി വരുന്ന എന്തിനേയും നമുക്ക് സഹിക്കാൻ കഴിയുന്നു. ആ സഹനത്തിനാണ് ഇവിടെ തിദിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധ, ഈ തിദിക്ഷ വന്നു കഴിയുമ്പോൾ സമാധാനം നമ്മുടെ സ്വഭാവമായി തീരും. ഇതെല്ലാം ശീലിച്ചെടുത്താൽ ഉള്ള ഗുണമെന്താ? ശമാതിഗുണസമ്പന്നൻ. ഈ ഗുണങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ എല്ലാം ഈശ്വരരൂപമായി, അവർക്ക് ഈ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈശ്വരൻ്റെ സ്വരൂപമായിട്ട് അനുഭവമാകും. കാണുന്ന രൂപങ്ങളെല്ലാം ഈശ്വരൻ്റെ പ്രതിമയായും കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ഈശ്വരൻ്റെ സ്വരമായിട്ടും ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഈശ്വരൻ്റെ പൂജയായിട്ടും ആയിരിക്കും അപ്പോൾ അവർക്ക് തോന്നുക. അതാണ് ശമാതിഗുണസമ്പന്നൻ, എല്ലാം ഈശ്വരരൂപമായി കാണുകയാൽ വാദവും മറ്റും. അവർ വാദിക്കാനും തർക്കിക്കാനും സംസാരിക്കാനും ഒന്നും അവർ പോവുകയില്ല. അവർ എപ്പോഴും ആ ആനന്ദമഗ്ധരായി തന്നെ വർത്തിക്കുകയാണ് ചെയ്യുക. എല്ലാത്തിലും സർവത്തിലും സർവേശ്വരനെ കണ്ട് പരമാനന്ദികളായിട്ടാണ് അവർ കഴിയുക. അതിനാൽ ഇത് നാം
ഈ 4 വരി സുഭാഷിതം മനനം ചെയ്യേണ്ടതാണ്. ശമാദിഗുണസമ്പന്നനെല്ലാം ഈശ്വരരൂപമായി കാണുകയാൽ വാദവും മറ്റും വെടിഞ്ഞാനന്ദമഗ്നാം.